ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഓഫ് വൈറ്റ് മെറ്റീരിയലാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈസ്റ്ററിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങി വെച്ചതാണ്. സ്റ്റിച്ച് ചെയ്യാനുള്ള സമയം കൂടുതൽ കൊണ്ട് എൻ്റേതെടുത്ത് ഞാനങ്ങ് മാറ്റി വെച്ചു. ഇന്ന് എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയലൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻട്രസ്റ്റിൽ നിന്നൊരു മോഡലൊക്കെ ഒപ്പിച്ചെടുത്ത് ഞാൻ നോക്കുമ്പോൾ മെറ്റീരിയൽ തികയത്തില്ല ഗൈസ്. അപ്പം മെറ്റീരിയൽ 2 മീറ്ററേ ഉള്ളൂ. ഇനി വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ടും മാറ്റി വെച്ചാൽ ഇനിയും മാസങ്ങളോളം അതവിടെ ഇരിക്കും എന്നുള്ളത് കൊണ്ടും ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെയും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കും. അങ്ങനെ പിൻട്രസ്റ്റിൽ കണ്ട മോഡൽ യോക്ക് പോർഷനായിട്ട് ചെയ്തിട്ട് താഴേക്ക് ഞാൻ എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി ചെയ്ത് താഴേക്ക് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ. പിൻട്രസ്റ്റിൽ കണ്ട യോക്ക് പോർഷനായിരുന്നു എനിക്ക് മെയിനായിട്ട് വേണ്ടത്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും ഞാൻ എങ്ങനെയൊക്കെയോ സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് തട്ടിക്കൂട്ടി ഞാൻ ആ മോഡലിലേക്ക് എൻ്റെ മെറ്റീരിയൽ എങ്ങനെയൊക്കെയോ ആക്കി എടുത്തിട്ടുണ്ട്. താഴെ എൻഡിലായിട്ട് ഫ്രിൽസാട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ബാലൻസ്, പഴയൊരു കസ്റ്റമറുടെ ബാലൻസ് മെറ്റീരിയൽ ഇരുന്നത് ഞാൻ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെറ്റീരിയലാട്ടോ താഴെ ഫ്രിൽസിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിൻട്രസ്റ്റിലെ മോഡലും ഞാൻ പിന്നെ ഫ്രിൽസും പ്ലീറ്റ്സും ഒക്കെ ഇട്ട് തട്ടിക്കൂട്ടിയെടുത്ത മോഡലും ഒക്കെ ചേർത്ത് ഒരു മോഡലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ താഴെ ഒരു റെഡ് ഹാർട്ട് കമൻ്റ് അടിക്കാനും കൂടി ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.